വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. ഗോതമ്പ് അട. ഞാൻ മഹിമ സൈമൺ. വെൽക്കം ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്. ഗോതമ്പ് അട ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം ഒരു ഫില്ലിംഗ് ഉണ്ടാക്കണം. അപ്പോൾ തേങ്ങയും ശർക്കരയൊക്കെ ചേർത്തിട്ടുള്ളൊരു ഫില്ലിംഗാണ്. അതിനായിട്ട് ഒരു 1.5 കപ്പോളം തേങ്ങ, ശർക്കര നമുക്ക് മധുരം കണക്കാക്കിയിട്ടിടാം. ഞാൻ ഓർഗാനിക് ജാഗറി പൗഡറാണ് ചേർത്തേക്കുന്നത്. ചെളിയും മണ്ണൊന്നും ഇല്ലാത്തതുകൊണ്ട് 4 ടേബിൾ സ്പൂൺ ഡയറക്റ്റ്ലി നമ്മൾ ചേർക്കും. ഉരുക്കിയ ശർക്കര ആണെങ്കിൽ അങ്ങനെ നമുക്ക് ചേർക്കാം. ചെറിയ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. ഈ ശർക്കര ഉരുകാനായിട്ട് മാത്രം കുറച്ച് വെള്ളം കൂടി ഇതിനകത്ത് ചേർക്കും. ഒരു 1-2 ടേബിൾ സ്പൂൺ വെള്ളം. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സായി കഴിയുമ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. മധുരം കുറവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ശർക്കരയും കൂടെ ചേർക്കാം. അപ്പോൾ ഞാൻ ചേർത്തേക്കുന്ന ശർക്കരയുടെ മധുരം ഇച്ചിരി കുറവാണ്. ഞാനൊരു 4 ടേബിൾ സ്പൂൺ കൂടെ ചേർക്കുകയാണ്. മൊത്തം 8 ടേബിൾ സ്പൂൺ ജാഗ്രി പൗഡർ ചേർക്കും. ഞാൻ ഷെയർ ചെയ്യുന്ന ഈ ഒരു അട എൻ്റെ ഒരു ഫേവറേറ്റ് 4 മണി പലഹാരമാണ്. 4 മണിക്ക് മാത്രമല്ല, ഈവൻ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ എളുപ്പത്തിലൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ ഒരു പ്രോസസ്സ് നമ്മൾ സ്കിപ്പ് ചെയ്യാം. നമുക്ക് ജസ്റ്റ് ശർക്കരയും തേങ്ങയോടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടയ്ക്കകത്ത് വെച്ചിട്ടും ചെയ്യാം. ഇങ്ങനെ ചെയ്യുമ്പോൾ ഇച്ചിരി പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ഇതിനകത്തെ വെള്ളം എല്ലാം വറ്റി ഡ്രൈ ആയി വരുന്നുണ്ട്. അതിനകത്ത് വെള്ളം മൊത്തം വറ്റി കഴിയുമ്പോൾ ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് ജീരകം ചതച്ച് ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ ജീരകം എടുത്തുനിന്ന് ചതച്ചിട്ട് ഇടാം. നമ്മുടെ ഫില്ലിംഗ് റെഡിയാണ്. ഇനി ഗോതമ്പിൻ്റെ മാവ് മിക്സ് ചെയ്ത് വെക്കാം, മാറ്റി വെക്കാം. 1 കപ്പ് ഗോതമ്പ് പൊടി, 1/4 ടീസ്പൂൺ ഉപ്പ്, ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒരു ലൂസ് ഡോ ആയിട്ട് കുഴച്ചെടുക്കാം. ഇച്ചിരി അയണിരിക്കണം. ഏകദേശം ഒരു 1/2 കപ്പോളം വെള്ളം ചേർത്തിട്ടുണ്ട്. അതേപോലെ ഒരു ലൂസ് ഡോ ആയിട്ട് കഴിച്ച് നമ്മൾ ഈ അട ചുട്ടെടുക്കുന്നത്. ചുട്ടെടുക്കാം, സ്റ്റീം ചെയ്തെടുക്കാം. ചുട്ടെടുക്കുന്നതാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇനിയും നമുക്ക് അട ചുട്ടെടുക്കാനായിട്ട് ഞാൻ ഇരുമ്പിൻ്റെ ഒരു പാനാണ് വെച്ചേക്കുന്നത്. ഏത് പാനും ഉപയോഗിക്കാം. അപ്പോൾ അട ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഇലയിലേക്ക് കുറച്ച് വെള്ളം നല്ലതായിട്ട് കൈ ഒന്ന് നനച്ചിട്ട് ഇതിൽ നിന്ന് കുറച്ച് മാവെടുത്ത് വെള്ളം തൊട്ട് നനച്ചെടുക്കുക. ഇതേപോലെ സ്പ്രെഡ് ചെയ്യുക. എത്രയും തിന്നായിട്ട് കിട്ടുന്നു അത്രയും നല്ലതാണ്, അത്രയും സോഫ്റ്റ് ആയിരിക്കും. ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന ഫില്ലിംഗ് സ്പ്രെഡ് ചെയ്യാം. ഒരു ഹാഫിൽ സ്പ്രെഡ് ചെയ്യുക. കവർ ചെയ്ത് ചുട്ടെടുക്കാം. കവർ ചെയ്യുക. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതും ഉണ്ടാക്കിയെടുക്കാം. ഒരു സൈഡ് ബ്രൗൺ ആകുമ്പോൾ ടേൺ ചെയ്യാം. നമ്മളൊരു മീഡിയം ലോ ഹീറ്റിലാണ് കുക്ക് ചെയ്യുന്നത്. 2 സൈഡ് നല്ലതായിട്ട് ഇല നന്നായിട്ട് മുരിഞ്ഞു വരണം. പിന്നെ ഇല ഈ മാവേന്ന് വിട്ട് വരുമ്പോൾ അത് കുക്ക്ഡായെന്നുള്ളതാണ്. ചിലർക്ക് നന്നായിട്ട് മുരിച്ചെടുക്കുന്ന ഇഷ്ടം. അങ്ങനെ ഇഷ്ടമെങ്കിൽ അതുപോലെ നന്നായിട്ട് മുരിച്ചെടുക്കുക. സോഫ്റ്റായിട്ടാണ് വേണ്ടെങ്കിൽ 2 സൈഡും ഇലയിൽ വിട്ട് വരുന്ന ഒരു വരുമ്പോൾ എടുക്കാം. ഇതേപോലെ 2 സൈഡിൽ നിന്നും ഇല വിട്ട് വരുന്ന ഒരു പരുവാകുമ്പോൾ എടുക്കാം. റെഡി ആയിട്ടുണ്ടാവും.
നമ്മൾ ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്ന ഗോതമ്പടയുടെ റെസിപ്പിയിൽ നിന്ന് നമുക്കൊരു 4 അല്ലെങ്കിൽ 5 അട കിട്ടുന്ന. ഞാനിവിടെ ഒരു 4 എണ്ണം എനിക്ക് കിട്ടിയിരിക്കുന്നത്. നമ്മൾ എടുക്കുന്ന ഇലയുടെ വലിപ്പം അനുസരിച്ചിട്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് ഫില്ലിങ് എക്സ്ട്രാ വരും. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഒരു 1.5 കപ്പ് ഗോതമ്പ് പൊടി എടുക്കുകയാണെങ്കിൽ നമുക്ക് ഫില്ലിങ് നല്ല കറക്റ്റായിട്ട് കിട്ടും. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. പഴയകാല ഒരു റെസിപ്പിയാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മഹിമാസ് കുക്കിംഗ് ക്ലാസ്.